എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അലീന മുത്തശ്ശിയുടെ കൈയൊക്കെ തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം മുത്തശ്ശിക്ക് അലീനയോട് ചോദിക്കണം വൈജയന്തി അന്ന് പറഞ്ഞ കാര്യം. അതുകൊണ്ട് പയ്യെ അതിനൊരു ഇൻട്രൊഡക്ഷൻ ഇടുവാണ്. നീ ആഗ്രയിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ഞാൻ പോയിട്ടൊന്നുമില്ല, മുത്തശ്ശി പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട്, എൻ്റെ മോൻ്റെ മൂത്ത കൊച്ചുണ്ടായപ്പോൾ ഞാൻ അവിടെ പോയിട്ടുണ്ട് എന്ന് പറയും. അന്നേരം അലീന ചോദിക്കും, ആ സമയത്താണോ അമ്മയുടെ കൂടെ വന്ന് നിന്നത് എന്ന് ചോദിക്കുമ്പോൾ അന്നേരമല്ല, രണ്ടാമത്തെ കുട്ടി ഉണ്ടായപ്പോഴാണ് അവൾ കൂടെ പോയി നിന്നത് എന്ന് പറയും. അന്നേരം മുത്തശ്ശി ചോദിക്കുവാണ്, അവൾ അവിടെ പോയി നിന്ന് ആഗ്രയിൽ പോയി നിന്ന കാര്യമല്ലേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളൂ, ചാത്തമംഗലത്ത് പോയി നിന്ന കാര്യം നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്നിങ്ങനെ അങ്ങോട്ട് ചോദിക്കുക. അന്നേരം ഇല്ല, അതെന്താ മുത്തശ്ശി അങ്ങനെ എന്നോട് ചോദിക്കുന്നത്? എന്നോട് ഈ കാര്യം പറഞ്ഞത് മനുവേട്ടനാണ്. ബന്ധുക്കളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് അത് പറഞ്ഞത്. അവിടെയും ആൻറ്റി കുറച്ച് നാൾ നിന്നിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയും. ഇത്രയൊക്കെ പറയും. അത് കഴിയുമ്പം അലീനയ്ക്കൊരു സംശയം, അതെന്താ മുത്തശ്ശി എന്നോട് ഇങ്ങനെയൊക്കെ ചോദിച്ച്, എന്തെങ്കിലും കാര്യമുണ്ടോ, ആഗ്രഹം എന്തെങ്കിലും സംഭവം ഉണ്ടോ, അതുകൊണ്ടാണോ എന്നോട് ഇങ്ങനെ ചോദിച്ചത് എന്ന് ചോദിക്കും. അതൊന്നുമല്ല, നീ വൈജിയോട് ഒരു ദിവസം പറഞ്ഞെന്ന് പറഞ്ഞു ആഗ്ര ചരിത്രമൊക്കെ അറിയാമെന്ന്. അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനും ചോദിച്ചതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, ആഗ്രയിൽ എന്ത് ചരിത്രം, എനിക്ക് ഇതൊക്കെ അറിയത്തുള്ളൂ, ആ കാര്യമാണ് ഞാൻ പറഞ്ഞത്, കൂടുതലൊന്നും എനിക്കറിയത്തില്ല, ഇനി കൂടുതലായിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം മുത്തശ്ശി ഒന്നുമില്ല, നീ ആവശ്യമില്ലാത്തൊന്നും പറയരുത് കേട്ടോ എന്ന് പറയുമ്പം, അല്ല ആഗ്ര ചരിത്രം എനിക്കറിയാം എന്ന് പറഞ്ഞപ്പോൾ മാഡം പേടിച്ചു, അതുകൊണ്ട് ചോദിച്ചതാ, ഇനി അവിടെ മാഡത്തിന് വല്ല ഇഷ്ടമോ ഇഷ്ടക്കേടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെ ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ, അവൾക്ക് നിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഇങ്ങനൊരു സംഭവം നീ പറഞ്ഞു എന്ന് അവൾ എന്നോട് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയും. അന്നേരം എന്തോ ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് അലീന പറയുവാണ്, ഏതായാലും മുത്തശ്ശിയുടെ മനസ്സിലുള്ളത് മുത്തശ്ശിയുടെ മനസ്സിലും എൻ്റെ മനസ്സിലുള്ളത് എൻ്റെ മനസ്സിലും ഇരിക്കട്ടെ, അത് അനക്കണ്ട എന്ന് പറയുമ്പോൾ, അതെന്താ നിൻ്റെ മനസ്സിലുള്ളത് എന്ന് ചോദിക്കും. അന്നേരം അലീന പറയുന്നുണ്ട്, ഇത്രയും നേരം എനിക്ക് സംശയങ്ങളൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പം എനിക്ക് ചെറിയ സംശയമൊക്കെ ഉണ്ട്, അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന്. കാരണം ഞാൻ ഈ കാര്യം പറഞ്ഞത് മേഡത്തിനോടാണ്, മേഡം അത് മുത്തശ്ശിയോട് വന്ന് പറയാനും മുത്തശ്ശി എന്നോട് കൂട്ടി ചോദിക്കാനും. അന്നേരം അതിൻ്റെ അകത്ത് എന്തോ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ, അതിൻ്റെ അകത്ത് ഒരു കുന്തവും ഇല്ല, നീ എൻ്റെ കയ്യിൽ നിന്ന് വെട്ടി തിരുമണ്ട എന്ന് പറഞ്ഞാൽ കൈ എടുത്തുകൊണ്ടങ്ങ് പോവാണ് മുത്തശ്ശി. അന്നേരം അലീന ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. അന്നേരം കുറച്ച് കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശി തിരുമ എന്ന് പറഞ്ഞ് പിന്നെയും കൈ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അന്നേരം കൈ തിരുമുന്നതിനിടയ്ക്ക് അലീന ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. മുത്തശ്ശി അത് ശ്രദ്ധിക്കുന്നുമുണ്ട് കേട്ടോ. അതിനുശേഷം അലീന അടുക്കളയിലേക്ക് വരുമ്പോൾ അടുക്കളയിൽ ഒരു കുന്ന് പാത്രം കഴുകാനുണ്ട്. കുറച്ച് നേരം വിഷമിച്ച് അതിലേക്ക് നോക്കി നിൽക്കും. അതിന് ശേഷം അത് കഴുകാൻ തുടങ്ങുക. അന്നേരമാണ് കൃഷ്ണമോൾ അങ്ങോട്ട് വരുന്നത്. അന്നേരം ഇതെന്ത് പണിയായി കാണിക്കുന്നത്, തല്ല് കൊള്ളുന്ന പണിയേ ചെയ്യുള്ളൂ, അങ്ങ് മാറി നിൽക്കുക, ഇത് ഞാൻ കഴുകാം എന്ന് പറഞ്ഞ് കൃഷ്ണമോൾ അത് കഴുകാൻ തുടങ്ങുകയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, വേണ്ട മോളെ, മോൾ കഴുകണ്ട, മേഡം ഇത് കണ്ടുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നെ വഴക്ക് പറയുമെന്ന് പറയും. അന്നേരം ഇങ്ങോട്ട് വരട്ടെ, ഞാൻ കാര്യങ്ങൾ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് കൃഷ്ണമോൾ അത് കഴുകുക. എന്നിട്ട് പറയുന്നുണ്ട്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞ് ചെറിയ വഴക്കൊക്കെ പറയുന്നുണ്ട്. അന്നേരം അലീനയ്ക്ക് എന്തോ ഭയങ്കര ഇഷ്ടം തോന്നുവാണ് കൃഷ്ണമോളോട്. കൃഷ്ണമോളിലെ കഴുത്തേക്കിടെ ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുവാണ് അലീന. അന്നേരം ഇത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ടൊക്കെ വൈജയന്തി വരുന്നത്. വൈജയന്തിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. കൃഷ്ണേ എന്ന് വിളിച്ച് അലറിക്കൊണ്ടാണ് വരുന്നത്. അന്നേരം എന്താ എന്ന് ചോദിക്കുമ്പം, നിനക്ക് പഠിക്കാനൊന്നുമില്ലേ എന്ന് ചോദിക്കും. അന്നേരം പഠിക്കാനുണ്ടെങ്കിൽ ഇതും പഠിക്കുക, ഇതും ഞാൻ പഠിക്കേണ്ട കാര്യങ്ങളല്ലേ എന്ന് ചോദിക്കുമ്പം, ഇതൊക്കെ ചെയ്യാനാണ് ഇവളെ ഇവിടെ നിർത്തിയേക്കുന്നത്, നീ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുമ്പം കൃഷ്ണമോൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഇവൾക്ക് റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു, അത് മേഡത്തിന് അറിയത്തില്ലേ എന്ന് ചോദിക്കുക. അന്നേരം ദേഷ്യം വരുന്നുണ്ട് വൈജയന്തിക്ക്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, അതെ, ഒരുപാടങ്ങ് നീ കയറി സംസാരിക്കേണ്ട, നീ ആരോടാ സംസാരിക്കുന്നത് എന്ന് നിനക്കറിയാവോ, ഞാഞ്ഞൂലിനും തല പൊക്കുന്നു, അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ വൈജയന്തി പറയുമ്പം കൃഷ്ണമോളും പറയുന്നുണ്ട്, ഗ്രഹണ സമയത്ത് ഞാഞ്ഞൂലിന് തല പൊക്കാമെന്ന് അതറിയത്തില്ലേ എന്ന് തിരിച്ചു ചോദിക്കുക കേട്ടോ. ദേഷ്യം വരുന്നുണ്ട് വൈജയന്തിക്ക്. പിന്നെ കൃഷ്ണമോൾ അങ്ങനെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അലീനയോട് പറയുവാണ്, നീ വെറുതെ നിൽക്കുവാണെങ്കിൽ ചായ എടുക്കാമെന്ന്. അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട്, അതേ അലീന ചേച്ചി, എന്തെങ്കിലുമൊക്കെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണി തരുമെന്ന് പറയുന്നു. അന്നേരം കൃഷ്ണമോളുടെ അടുത്ത് പിടിച്ച് നിൽക്കാൻ പറ്റാതെ തുള്ളിക്കൊണ്ട് പോകുന്നുണ്ട് വൈജയന്തി. അന്നേരം അലീന, ഞാനെന്നാൽ ചായ എടുത്തേക്കാം എന്ന് പറയുമ്പോൾ, അത് നല്ലതാണ്, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തു എന്ന് കൃഷ്ണമോൾ പറയുന്നുണ്ട്. എന്നിട്ട് ചിരിയോടെ അവിടെ നിന്ന് പാത്രം കഴുകുക. അതിനിടയ്ക്ക് അലീന പറയുന്നുണ്ട്, വൈജയന്തി അങ്ങ് പോയി കഴിയുമ്പം, ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ മോളെ എന്ന്. അന്നേരം ഒട്ടും കൂടുതലില്ല, ഇത്രയൊക്കെ വേണമെന്നേ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുവാണ് കൃഷ്ണമോൾ. പിന്നീട് ബാലേന്ദ്രനെയാണ് കാണിക്കുന്നത്. ബാലേന്ദ്രന് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്, അതിന് തെളിവുകളൊന്നും കയ്യിലില്ലാത്തതുകൊണ്ട് ആകെ ഒരു ടെൻഷനിലാണ്. നേരെ വീട്ടിലോട്ട് വരുന്ന ഉച്ചയ്ക്ക്. അന്നേരം അലീന വന്ന് വാതിൽ തുറന്ന് കൊടുക്കുന്നുണ്ട്. അകത്ത് കയറിയതിന് ശേഷം ബാലേന്ദ്രൻ ചോദിക്കും, ഊണൊക്കെ റെഡിയാണോ, ചോറും കറികളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഉണ്ട് എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ പറയുക, നിനക്ക് റെസ്റ്റ് അല്ലേ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാട്ടോ എന്ന്. അന്നേരം ചോറും കറികളൊക്കെ ഉണ്ട്, ഒരുപാട് കറികളില്ലെന്നേ ഉള്ളൂ എന്ന് പറയുമ്പം, അതൊന്നും കുഴപ്പമില്ല, നീ ഇന്നാളെ എനിക്കൊരു ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കി തന്നില്ലായിരുന്നു, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു,
ഇഷ്ടപ്പെട്ടു, അതൊന്നും ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അന്നേരം ആ കുഴപ്പമില്ല ഞാൻ ഉണ്ടാക്കാം എന്ന് പറയുമ്പം ചോദിക്കുന്നുണ്ട് അമ്മ കഴിച്ചോന്ന്. അന്നേരം ഇല്ല മുത്തശ്ശിക്ക് ഇപ്പം വിശക്കുന്നില്ല എന്ന് പറഞ്ഞു എന്ന് പറയുമ്പം എന്നാൽ നീ ചമ്മന്തി ഉണ്ടാക്കുക, മുത്തശ്ശിക്കും അത് ഇഷ്ടമായിരിക്കും എന്ന് പറയും. അന്നേരം അലീന അത് ചെയ്യാനായിട്ട് പോകുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ധൃതി പിടിക്കേണ്ട, പയ്യെ ചെയ്താൽ മതി, അരയ്ക്കൊന്നും വേണ്ട, മിക്സിയിൽ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ വിടുന്നത്. അലീന അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ബാലേന്ദ്രൻ പയ്യെ മുത്തശ്ശിയുടെ റൂമിലേക്ക് വരുവാണ്. വന്നിട്ട് മുത്തശ്ശിയോട് ചോദിക്കും അമ്മ ഭക്ഷണം കഴിച്ചില്ല എന്ന്. അലീന പറഞ്ഞു അതെന്താ കഴിക്കാത്ത എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഈ കിടപ്പല്ലേ, എനിക്ക് വിശപ്പൊന്നും വന്നില്ല അതുകൊണ്ടാണ് എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് ഈ റൂമിൽ ആകെപ്പാടെ മടുപ്പാലേ, ഇതിൻ്റെ അകത്ത് ഞാനൊരു TV വെച്ച് തരട്ടെ എന്ന് ചോദിക്കുമ്പം മുത്തശ്ശി പറയുവാണ് ഞാനിത് നേരത്തെ വൈജയന്തിയോട് പറഞ്ഞതാണ്. അന്നേരം അവൾ പറയുക ഇവിടെ TV വെച്ചിട്ടുണ്ടെങ്കിൽ അലീന ഫുൾ ടൈം അത് കണ്ടുകൊണ്ടിരിക്കുമെന്ന്, അതുകൊണ്ട് അവൾ ചെയ്തു തന്നില്ല എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അമ്മ പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കൂലോ എന്ന് കരുതിയാണ് ഞാനത് ചെയ്യാതിരുന്നത്, നമുക്ക് റൂമിൽ ഒരു TV വയ്ക്കാം, കുഴപ്പമില്ല, ഉടനെ തന്നെ മേടിക്കാം എന്ന് പറയും. എന്നിട്ട് ചോദിക്കും അമ്മയുടെ ഫോൺ എന്ത് ചെയ്യും, ഞാൻ വിളിച്ചിട്ട് എടുത്തില്ലല്ലോ, അത് സൈലൻറ്റിലാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെയുണ്ട് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ്റെ കയ്യിലോട്ട് എടുത്തു കൊടുക്കും. ബാലേന്ദ്രൻ ആ ഫോൺ ചോദിക്കുന്നത് അതിൻ്റെ അകത്ത് കോൾ റെക്കോർഡിംഗ് ഓണാക്കിയിട്ടുണ്ടായിരുന്നു, അതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ്. അതെടുത്ത് നോക്കുമ്പം അതിനകത്ത് 2-3 കോൾ റെക്കോർഡിംഗ് കിടപ്പുണ്ട്. അത് ബാലേന്ദ്രൻ്റെ ഫോണിലേക്ക് അയക്കും, എന്നിട്ട് അതിലേക്കൊന്ന് കോൾ ചെയ്യും. അപ്പം അത് റിങ് ചെയ്യുമ്പോൾ ശബ്ദമുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്യും, മുത്തശ്ശിക്ക് സംശയമൊന്നും തോന്നാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് അതും കൊണ്ട് പുറത്തേക്ക് പോരുന്നു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൈയൊക്കെ കഴുകിയിട്ട് വന്നിരിക്കും. അലീന ചോറും കറികളൊക്കെ എടുത്തുകൊണ്ട് വയ്ക്കുവാണ്. എന്നിട്ട് ചെമ്മീൻ ചമ്മന്തി ഇട്ട് കൊടുക്കും. അന്നേരം ബാലേന്ദ്രൻ കഴിച്ചിട്ട് പറയുന്നുണ്ട് നല്ല സൂപ്പറാ എന്ന്. എന്നിട്ട് ചോദിക്കും നീ കഴിച്ചോ എന്ന്. അന്നേരം ഇല്ല എന്ന് പറയുമ്പോൾ എന്നാൽ ഇരിക്കാൻ മേലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മുത്തശ്ശിക്ക് കൊടുത്തിട്ട് കഴിച്ചോളാം എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ പിന്നെയും പറയുന്നുണ്ട് അമ്മയ്ക്ക് കറക്റ്റ് സമയത്ത് കൊടുക്കണ്ടേ, മരുന്ന് കഴിക്കുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞതാണ് വിശക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുക്കാതിരുന്നത് എന്ന് പറയും. എന്നാൽ നീ പോയി കൊടുത്തോ, ഞാൻ ഭക്ഷണം കഴിച്ചോളാം എന്ന് പറയും. അലീന അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ബാലേന്ദ്രൻ ഒന്നുകൂടെ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ, അതിൻ്റെ അകത്തേക്ക് കറക്റ്റ് റെക്കോർഡിങ് സെൻഡ് ആയത് കിട്ടിയോ എന്നൊക്കെയാണ്. അപ്പോൾ ഉണ്ട് എന്നറിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഫുഡൊക്കെ കഴിക്കും. അതിനുശേഷം നേരെ റൂമിലേക്ക് പോവുകയാണ്. റൂമിലേക്ക് വന്നിട്ട് ബാലേന്ദ്രൻ ആ റെക്കോർഡിങ് ഓരോന്നായിട്ടിരുന്ന് കേൾക്കുവാണ്. ആദ്യമേ കേൾക്കുന്നത് അലീന രോഹിത്തിനെ വിളിച്ച ആ കോളാട്ടോ. ഫോൺ വിളിച്ച് കഴിയുമ്പോഴത്തേക്കും നീ ആരുടെ എന്നെ ഫോൺ വിളിക്കാനോ ഫോൺ വെക്കിടി എന്നൊക്കെ പറഞ്ഞ് കുറേ ബഹളം വയ്ക്കുമല്ലോ. അലീനയുടെ ഫോൺ എന്ത് എന്നറിയാൻ വേണ്ടി വിളിച്ച ആ കോള്. അപ്പോൾ അതിൻ്റെ അകത്ത് അലീന പറയുന്നുണ്ട് നീ എന്താ വിചാരിച്ചത്, ഞാൻ പോലീസിനോട് ഒരു തവണ മൊഴി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് മാറ്റി പറയാൻ പറ്റില്ലെന്നോ, എനിക്ക് ഇപ്പോഴും പോയി പറയാം, നീയും ഹരിയും കൂടി എന്നോട് എന്താണ് ചെയ്തത് എന്ന് പോലീസിനോട് ഇപ്പോഴും പോയി പറയാം, അതുകൊണ്ട് നീ ഒരുപാട് കളിക്കരുത് എന്നൊക്കെ പറഞ്ഞ് പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുവാണ്. അന്നേക്കും ബാലേന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നു. അന്നേരം അതിൻ്റെ അകത്ത് അലീന പറയുന്നുണ്ട് ഞാൻ ഓൾറെഡി കാര്യങ്ങളെല്ലാം മനുവേട്ടനോട് പറഞ്ഞു, ഇനി ബാലേന്ദ്രൻ സാറിനോടും ഈ വീട്ടിലുള്ള എല്ലാവരോടും പറയും എന്ന് പറഞ്ഞതൊക്കെ ബാലേന്ദ്രൻ കേൾക്കുവാണ്. അത് കഴിഞ്ഞ് രേവതിക്കുട്ടിയുടെ കോൾ റെക്കോർഡിംഗ് എടുത്ത് കേൾക്കുന്നുണ്ട്. അല്ലാതെ രേവതിക്കുട്ടി പറയുന്നുണ്ട് ചേച്ചി എന്തിനാ ഇത് ഇനിയും വെച്ചുകൊണ്ടിരിക്കുന്നത്, ബാലേന്ദ്രൻ സാറ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുമ്പോൾ അവിടെ ആരും ഇല്ലല്ലോ, ചേച്ചി പറയണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളും എല്ലാം കേൾക്കൂട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ്റെ കാര്യങ്ങളെല്ലാം കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്. അതിൻ്റെ അകത്ത് രേവതിക്കുട്ടി എടുത്ത് പറയുന്നുണ്ട് ചേച്ചി പറയണം, ചേച്ചിക്ക് നാരങ്ങ വെള്ളത്തിൽ മയക്കുമരുന്ന് കലക്കി തന്ന് ചേച്ചി റേപ്പ് ചെയ്യാൻ അവർ ശ്രമിച്ചു എന്നുള്ള കാര്യം കറക്റ്റായിട്ട് സാറിനെ അറിയിക്കണം എന്ന് പറയുന്നത് അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായി. അത് കേട്ട് കഴിയുമ്പോഴത്തേക്കും ആകെ തളർന്ന് കുറച്ച് നേരം അവിടെ ആ കസേരയിൽ ഇരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് പയ്യെ എഴുന്നേറ്റ് പുറത്തേക്ക് വരുമ്പം കാണുന്നത് അലീന ഡൈനിങ് ടേബിളൊക്കെ തുടച്ചിടുന്നതാണ്. ഒരുപാട് സഹതാപത്തോടും ഒരുപാട് സ്നേഹത്തോടും കൂടി അലീന ആ ചെയ്യുന്നത് നോക്കിയിരിക്കുന്ന ബാലേന്ദ്രനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് പ്രൊമോയാണ്. പ്രൊമോയിൽ ബാലേന്ദ്രൻ മനുവിനെ വിളിച്ച് വരുത്തുന്നുണ്ട്. എന്നിട്ട് മനുവിനോട് പറയുന്നുണ്ട് ഇത് കണ്ടോ, ഈ കത്രികയാണ് അലീനയുടെ വയറ്റിൽ കുത്തി കയറിയത്, അതെങ്ങനെ കയറി എന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ എനിക്കറിയാമായിരുന്നു, പക്ഷേ ഇപ്പം എല്ലാ കാര്യങ്ങളും എനിക്ക് നല്ല വ്യക്തമാണ്, നിനക്കും അറിയാമെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ കാര്യങ്ങൾ വൈജയന്തി അറിയിക്കാനാണോ എന്നറിയത്തില്ല, വൈജയന്തിയും വിളിച്ച് വരുത്തുന്നുണ്ട്. ഇതൊക്കെ പ്രൊമോ ആയിട്ടാണ് കാണിച്ചത്.